കൊടൈക്കനാൽ ട്രിപ്പിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ദാഹിച്ചപ്പോൾ കരിക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ്. 40 രൂപയാണ് ഈ ഒരു കരിക്കിന് വരുന്നത്. നല്ല കരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് സ്കൈ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചിന്റെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ നല്ലൊരു സ്പോട്ട് നോക്കി വണ്ടി നിർത്തി. ലെമൺ റൈസും നല്ല പുളിയുള്ള ഉള്ളിച്ചമന്തി ആയിരുന്നു അവർ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. ലഞ്ച് ഞങ്ങൾ കുക്ക് ചെയ്യാൻ നിന്നില്ല, അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പുളിച്ചമന്തി കോരി കോരി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വൈദ്യു ആർഷയും കൂടി ഞങ്ങൾക്ക് പപ്പായ കട്ട് ചെയ്ത് തന്നു. നല്ല മധുരമുള്ള പപ്പായ ആയിരുന്നു കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എരിവ് കുറച്ച് കുറഞ്ഞത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പോകുന്ന വഴി മഴക്കാർ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. വഴിയരികിൽ ഫ്രൂട്ട്സ് കണ്ടിട്ട് നിർത്തിയതാണ്. ഈ ഒരു കവർ മുഴുവൻ സപ്പോർട്ടയ്ക്ക് 100 രൂപയാണ് വില വരുന്നത്. അതുപോലെ ഒരു വലിയ മാങ്ങ, ഗുണ്ടുമാങ്ങ, ഓൾമോസ്റ്റ് ഒരു പപ്പായുടെ അത്രയും തന്നെ ഉണ്ട്. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതും കിലോ 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. കൊടൈക്കനാൽ എൻട്രി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നല്ലൊരു കേരള ഹോട്ടൽ ഉണ്ട്. ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്കും അവിടെ നല്ല അടിപൊളി പൊറോട്ടയും ബീഡിയഫും വീണ്ടും കഴിച്ചു. പിന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. കൊടൈക്കനാൽ ഞങ്ങൾ സ്റ്റേയുടെ അടുത്ത് എത്താറായി. ബാക്കി കൊടൈക്കനാൽ വിശേഷങ്ങൾ കാണാനായിട്ട് സ്റ്റേ ട്യൂൺ.